അമേരിക്ക ഇതാരാ ഏൽപ്പിച്ചത്? അപ്പം ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് ഇസ്രായേൽ നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അമേരിക്ക കൊണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വല്ല എവിടെ നിയമമുണ്ട്? അമേരിക്ക പറയുന്ന ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് ബാക്കി ഒരു രാജ്യവും മറ്റ് രാജ്യങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്തിട്ടില്ല. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ തന്നെയാണെങ്കിലും ശത്രുത കാശ്മീരിൽ അവിടെ തീരുകയാണ്, ഇവിടെ ഒന്നും പ്രശ്നമില്ല. പക്ഷേ പരസ്യമായി ഇറാൻ ഒരു കാലഘട്ടത്തിൽ അവരുടെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത് നശിപ്പിച്ച് കളയുക, ഇസ്രായേൽ മതപരമായിട്ടുള്ള ഒരു രാജ്യം അവർ നിലനിർത്താൻ സമ്മതിക്കുകയില്ല എന്ന് പരസ്യമായി പറയുകയാണ്. അപ്പം ഇവർക്കൊക്കെ ഇസ്രായേലിന് ആണവായുധം ഉണ്ടെങ്കിലും വെപ്പൺസ് ഉണ്ടെങ്കിലും നശിപ്പിക്കാനുള്ള ഇതുണ്ടെങ്കിലും എത്രയോ വർഷക്കാലമേ അവരൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇത്തരം ഒരു ഉദ്ദേശമുള്ള ഒരു രാജ്യത്തിന്റെ പക്കൽ നാളെ ന്യൂക്ലിയർ ബോംബ് വന്നാൽ എത്രമാത്രം മറ്റ് രാജ്യങ്ങൾക്ക് ലോകത്തിന് തന്നെ ഒരു ത്രെറ്റാണ്. അതുകൊണ്ട് ഇപ്പോഴേ തടയണം, അതിനുവേണ്ടിയാണെന്ന് കൂടി പറയുന്നുണ്ട്. അല്ല, അത് അങ്ങനെ പറയുന്നതിൽ അമേരിക്ക ആരെങ്കിലും ഏൽപ്പിച്ചിട്ടില്ലല്ലോ. അമേരിക്ക ആരെങ്കിലും ഏൽപ്പിച്ചിരിക്കുകയാണോ ഇതെല്ലാം നോക്കാനായിട്ട്? ഐക്യരാഷ്ട്രസഭ നോക്കണം, അല്ലെങ്കിൽ കരാറുകൾ ഉണ്ടാക്കണം. എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഒന്നിൽ ആണവ കരാർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ ഏൽപ്പിക്കണം. അമേരിക്ക ഇതാരാ ഏൽപ്പിച്ചത്? ഈ ലോകത്തിൻ്റെ സമാധാനം അമേരിക്ക ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അമേരിക്ക പറയുന്നതിനകത്ത് ന്യായമൊന്നുമില്ല. അപ്പം ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഇസ്രായേൽ അല്ല, അതാ പറഞ്ഞു, ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഇസ്രായേൽ അവരോട് സപ്പോർട്ട് ചോദിച്ചുകൊണ്ടുള്ള കളിയല്ല കളി. ഇസ്രായേൽ നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അമേരിക്ക കൊണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വല്ല എവിടെ നിയമമുണ്ടോ? ഇല്ലല്ലോ, അങ്ങനെ ഒരു നിയമം ഇല്ലല്ലോ. അമേരിക്ക ഒരു വശത്ത് ലോക സമാധാനത്തിന് വേണ്ടി എന്തിന് നോബൽ പ്രൈസിന് ശ്രമിച്ച ആളല്ലേ. ഇതേ ട്രംപ് അല്ലേ ഇപ്പോൾ നോബൽ സമ്മാനം കിട്ടാത്തതിന് കരഞ്ഞത്? എന്തിനുള്ള നോബൽ സമ്മാനം? സമാധാനത്തിനുള്ള നോബൽ സമ്മാനം. അപ്പോൾ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുകയും അതേസമയം മറ്റു രാജ്യത്ത് അവർ കയറി ഓരോ ന്യായങ്ങൾ പറഞ്ഞിട്ട് ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും കൂടെ അടി നടന്നാൽ ഇപ്പം പഹൽഗാമിൽ നമ്മൾ നേരിട്ട് യുദ്ധം ചെയ്തില്ലെങ്കിലും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണമൊക്കെ നടന്നു. എന്തായിരുന്നു ട്രംപ് എടുത്ത നിലപാട്? അദ്ദേഹം ഇവിടെ സമാധാനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു, അദ്ദേഹമാണ് കരാറുണ്ടാക്കിയത്, അതുകൊണ്ടാണ് നമ്മൾ മോഡിയെ വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ട് വളരെ രാഹുൽ ഗാന്ധിയൊക്കെ വലിയ പരിഹാസമൊക്കെ പറയും, സ്റ്റോപ്പ് മോദി എന്നൊക്കെ പറയും. ഇത് വല്ല നടന്നതാണോ? അങ്ങനെ വല്ല കാര്യമുണ്ടോ? അപ്പം ട്രംപിൻ്റെ പ്രശ്നം എന്താണ്? ട്രംപിന് രണ്ടാഗ്രഹമുണ്ട് ഉണ്ടായിരുന്നു. ഒന്ന് ന്യൂക്ലിയർ അല്ല, ട്രംപിന് സമാധാനത്തിനുള്ള ഒബാമയ്ക്ക് അവാർഡ് കിട്ടിയതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്ത് വേണം? അന്ന് മുതലേ പുള്ളി അവാർഡ് പ്രാഞ്ചേട്ടനായിട്ട് ആ സമയം മുതലേ പുള്ളി അവാർഡ് വാങ്ങും എന്ന് പറഞ്ഞ് നടക്കുന്ന ഒന്ന്. രണ്ടാമത്, അമേരിക്ക ഇന്ന് ലോകത്തെ ഏറ്റവും ആഭ്യന്തര ഭീഷണി നേരിടുന്ന ഒരു രാജ്യമാണ്.